അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തെർമൽ എഞ്ചിനീയറിങ്ങിലെ റാങ്കൈൻ സൈക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ റാങ്കൈൻ സൈക്കിളിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രം നോക്കുകയാണെങ്കിൽ അവിടെ വരുന്ന കമ്പോണൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബോയിലറുണ്ട്, ടർബൈനുണ്ട്, കണ്ടൻസറുണ്ട്, ഒരു ഫീഡ് പമ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബോയിലറിലൂടെ ഹീറ്റ് ചെയ്ത സ്റ്റീം, അതായത് സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള സ്റ്റീമിനെ നമ്മൾ ടർബൈൻ വഴി എക്സ്പാൻഡ് ചെയ്ത് ലിക്വിഡ് പ്ലസ് വേപ്പർ റീജിയനിലേക്ക് എത്തും. അതിന് നമ്മൾ 2 to 3 പ്രോസസ്സിൽ കണ്ടൻസ് ചെയ്ത് വാട്ടർ ഫോമിലായിട്ടുള്ള സ്റ്റീമിനെ നമ്മൾ ഫീഡ് പമ്പ് ഉപയോഗിച്ച് പ്രഷറൈസ് ചെയ്ത് നമ്മൾ പമ്പ് ചെയ്ത് ബോയിലറിൽ വീണ്ടും എത്തിക്കുന്നു. ബോയിലർ വീണ്ടും ആ സ്റ്റീമിനെ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലോട്ട് ആക്കുന്നു. അപ്പോൾ ഇതിനെ നമുക്കൊരു TS ഡയഗ്രത്തിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇവിടെ ലിക്വിഡ് റീജിയനാണ്, ഇത് ലിക്വിഡ് പ്ലസ് വേപ്പർ റീജിയൻ. ഈ ഡോമിൻ്റെ അടിയിൽ വരുന്നത് ലിക്വിഡ് പ്ലസ് വേപ്പർ റീജിയനാണ്. പിന്നെ ഇവിടെ വരുന്നത് വേപ്പർ റീജിയൻ മാത്രമാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 1 to 2 ടർബൈനിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഇത് ടെമ്പറേച്ചർ y ആക്സിസിൽ ടെമ്പറേച്ചർ, x ആക്സിസിൽ എൻട്രോപ്പിയാണ്. സോ നമുക്ക് ഇവിടെ 1 to 2 ഐസെൻട്രോപ്പിക്കാണ്, എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സ്പാൻഷനാണ് നടക്കുന്നത്. 1 to 2 ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ. അത് കഴിഞ്ഞ് 2 to 3 നമുക്ക് നോക്കുമ്പോൾ ഐസോബാരിക് ഹീറ്റ് റിജക്ഷനാണ് നടക്കുന്നത്. അതായത് ഇതൊരു കണ്ടൻസറിൽ നടക്കുന്ന 2 to 3 പ്രോസസ്സ് എന്ന് പറയുന്നത് കണ്ടൻസറിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ കണ്ടൻസർ നമ്മൾ ടെമ്പറേച്ചർ ഹീറ്റ് റിജക്റ്റ് ചെയ്ത് ഐസോബാറിക് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു. അടുത്ത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഫീഡ് പമ്പ് 3 to 4 എന്ന പ്രോസസ്സിൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ. അപ്പോൾ അവിടെയും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 4ലും 3ലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എൻട്രോപ്പിയാണ് വരുന്നത്. അപ്പോൾ അവിടെ ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സാണ് പമ്പ് വെച്ച് നടക്കുന്നത്. അടുത്ത് 4 to 1 ഇതൊരു ഒറ്റ പ്രോസസ്സാണ്. 4 to 1 എന്ന് പറയുമ്പോൾ ഐസോബാറിക് ഹീറ്റ് അഡിഷൻ, അതായത് ബോയിലറിൽ വെച്ചിട്ട് നമ്മൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിക്കൊണ്ട് ഹീറ്റ് അഡിഷൻ ചെയ്ത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലോട്ട് എത്തിക്കും. അപ്പോൾ റാങ്കൈൻ സൈക്കിളിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണിത്.